വിവരങ്ങളുമായി ആവണി ചന്ദ്ര ചേരുന്നുണ്ട്. ആവണി, പശ്ചിമേഷ്യൻ യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് പര്യടനം ആരംഭിക്കുന്നത്. 3 രാജ്യങ്ങളിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പ്രധാന ലക്ഷ്യം? രമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പശ്ചിമേഷ്യൻ പര്യടനത്തിന് തുടക്കമിടുകയാണ്. UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ 3 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന റൂബിയോ ബഹ്റൈനിൽ നടക്കുന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വലിയൊരു ആശ്വാസം തന്നെ ഇതിന് പിന്നാലെ വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചധികം ദിവസങ്ങളായി ഫെബ്രുവരി 28-ാം തീയതി മുതലാണ് ഈ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നത്. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ ലോകരാജ്യങ്ങളെ ആകെ ഈ യുദ്ധം എത്രത്തോളം ബാധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അതിനൊരു അറുതി വരുന്നതിനായി പലതവണ സമാധാന ചർച്ചകൾ നടന്നിരുന്നു. എങ്കിൽ പോലും അതൊന്നും അന്തിമമാകാതെ പോവുകയായിരുന്നു. ഈ അവസാന ദിവസങ്ങളിൽ പോലും നടന്നിട്ടുള്ള സമാധാന ചർച്ചകളിൽ എത്രത്തോളം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു മാർക്കോ റൂബിയോയുടെ പര്യടനത്തിന് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അമേരിക്കയും ഇറാനും ധാരണയെക്കുറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ആശങ്കകൾ അകറ്റുകയും അവരുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് യാതൊരു ഭീഷണിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയൊക്കെയാണ് ഈ ഒരു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു വിഷയത്തിൽ അകപ്പെട്ടു പോയതെന്ന് നമ്മൾ കണ്ടതാണ്. മലയാളികൾ അടക്കമുള്ളവർ, ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ അടക്കമുള്ളവരെ ഈ യുദ്ധം വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും വന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അവരുടെയൊക്കെ സുരക്ഷ, അതോടൊപ്പം തന്നെ ഇനി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആശങ്കകൾ, ഗൾഫ് മേഖലയിലെ ആളുകളുടെ ആശങ്കകൾ കൂടെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നിപ്പോൾ പശ്ചിമേഷ്യൻ പര്യടനത്തിന് തുടക്കമിടുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുത്ത ഇറാൻ പ്രതിനിധി സംഘം രാജ്യത്തിനകത്ത് യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ചാ സംഘത്തിന്റെ യാത്ര മുടങ്ങാനായി വിമാനത്താവളം അടഞ്ഞു കിടന്നിരുന്നെങ്കിൽ എന്ന് തങ്ങൾ ആഗ്രഹിച്ചു പോയെന്ന കാര്യമൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പോൾ കടുത്ത വിമർശനം. ആവണി ചന്ദ്രയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.